ഹലോ എവറി വൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസ്റ്റിവൽസ് ഈസ് സെലിബ്രേറ്റഡ് ബൈ ഭീൽ കമ്മ്യൂണിറ്റി ഓഫ് മേവാർ രാജസ്ഥാൻ? അപ്പോൾ രാജസ്ഥാന്റെ ഭീൽ കമ്മ്യൂണിറ്റി, മേവാറിലെ ഭീൽ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഫെസ്റ്റിവൽ ആണ്? അതെ, ഗാവ്രി ഫെസ്റ്റിവൽ ആണ്. രാജസ്ഥാനിലെ മേവാർ റീജിയനിലുള്ള ഭീൽ കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഗാവ്രി ഫെസ്റ്റിവൽ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, വിച്ച് ടു കൺട്രീസ് റീസെന്റ് സൈൻഡ് എഗ്രിമെന്റ്സ് ടു എൻഹാൻസ് ജുഡീഷ്യൽ ആൻഡ് ലീഗൽ കോഓപ്പറേഷൻ? അപ്പോൾ ജുഡീഷ്യൽ ആൻഡ് ലീഗൽ കോഓപ്പറേഷൻ ഏത് രണ്ട് രാജ്യങ്ങളാണ് റീസെന്റ് ആയിട്ട് MOU സൈൻ ചെയ്തിട്ടുള്ളത്? അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ കൂടെ ഏത് രാജ്യവും കൂടിയാണ് റീസെന്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ ആൻഡ് ലീഗൽ കോഓപ്പറേഷനിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് ഇന്ത്യയോടൊപ്പം സൈൻ ചെയ്തിട്ടുള്ള നേഷൻ ഏതാണ്? നിങ്ങളുടെ ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ഏതാണ്? അത് ഇന്ത്യ ആൻഡ് മൊറോക്കോയാണ് ജുഡീഷ്യൽ ആൻഡ് ലീഗൽ കോഓപ്പറേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്, എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT സൈൻഡ് MOU ടു ബൂസ്റ്റ് ഹെൽത്ത് ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ്. അപ്പൊ ഹെൽത്ത് ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പ് സെക്ടറിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഹെൽത്ത് ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT ഏത് ഏജൻസിയും ഏത് കമ്പനിയുമായിട്ടാണ് MOU സൈൻ ചെയ്തിട്ടുള്ളത്? ഏത് കമ്പനിയാണ്? റോഷെ ഇന്ത്യയുമായിട്ടാണ് DPIIT MOU സൈൻ ചെയ്തിട്ടുള്ളത്, അല്ലേ? അപ്പൊ കഴിഞ്ഞ ഇതിനു മുൻപ്, അതായത് ഈ അടുത്ത ടൈമിൽ, ഈ തൊട്ട് മുന്നേ ഉള്ള മാസങ്ങളിൽ DPIIT മറ്റ് ഏജൻസികളുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? DPIIT ഏത് ഏജൻസിയുമായിട്ടാണ്? മെർസിഡസ് ബെൻസ് ഇന്ത്യയുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. മെർസിഡസ് ബെൻസുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു അവർ തമ്മിലുള്ള MOU എഗ്രിമെന്റ്? മെർസിഡസ് ബെൻസ് ഇന്ത്യയുമായിട്ടാണ് ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്, DPIITയും മെർസിഡസ് ബെൻസുമായിട്ട്. അപ്പൊ എന്തായിരിക്കും? റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി ആണ് അതിന്റെ അജണ്ട എന്ന് പറഞ്ഞു. അപ്പൊ DPIIT മെർസിഡസ് ബെൻസുമായിട്ടുള്ള എഗ്രിമെന്റ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി ബേസ് ചെയ്യില്ലേ, അതിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് അവർ തമ്മിലുള്ള MOU ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ MOU സൈൻ ചെയ്തത് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സേഫ്റ്റി എൻഹാൻസ്മെന്റ് ആ ഒരു വിഷയത്തിലാണ് DPIITയും മെർസിഡസ് ബെൻസ് ഇന്ത്യയുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുള്ളത്. ഇനി വേറെ എന്താണ്? വേറൊരു MOU കൂടിയാണ്. DPIIT തന്നെ റീസെന്റ് ആയിട്ട് HDFCയുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണ് HDFC ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത്? എന്താണ്? നമ്മുടെ ഹൗസിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹൗസിംഗ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള MOU ആണ്. എന്താണ്? ഹൗസിംഗ് സെക്ടറിന് വേണ്ടി MOU നമ്മുടെ HDFC ആരുമായിട്ടാണ്? DPIITയുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഹൗസിംഗ് സെക്ടറിന് വേണ്ടിയിട്ട്, ഹൗസിംഗ് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സെക്ടറിൽ അതിന് വേണ്ടിയിട്ട് DPIITയും HDFCയും കൂടി MOU സൈൻ ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ DPIIT എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ അണ്ടറിലാണ് DPIIT വരുന്നത്. അപ്പൊ DPIIT 3 ഓർഗനൈസേഷനുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. റോഷെ ഇന്ത്യയുമായിട്ട് എന്തിനു വേണ്ടിയാണ്? സ്റ്റാർട്ടപ്പുകളെ ബൂസ്റ്റ് ചെയ്യാനായി. ദെൻ മെർസിഡസ് ബെൻസ് ഇന്ത്യയുമായിട്ട് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ സേഫ്റ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. പിന്നീട് മൂന്നാമത് HDFCയുമായിട്ട് ഹൗസിംഗ് സെക്ടറിൽ ഉള്ള ഒരു ഹൗസിംഗ് സെക്ടറിന് വേണ്ടിയിട്ട് HDFCയുമായിട്ട് ചേർന്ന് MOU സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത്, ഇന്ത്യൻ ആർമി റീസെന്റ് കണ്ടക്ടഡ് വിച്ച് എക്സസൈസ് ഇൻ ഈസ്റ്റ് സിക്കിം ടു വാല്യൂറ്റ് ഹൈടെക് മിലിറ്ററി സിസ്റ്റം? അപ്പൊ ഈസ്റ്റ് സിക്കിമിൽ ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്ത എക്സസൈസിന്റെ പേര് എന്താണ്? ഏത് എക്സസൈസ് ആണ് ഇന്ത്യൻ ആർമി ഈസ്റ്റ് സിക്കിമിൽ കണ്ടക്ട് ചെയ്തത്? ഏത് എക്സസൈസ് ആണ്? എക്സസൈസ് ദിവ്യ ദൃഷ്ടി. അപ്പോൾ
നമ്മുടെ മിലിറ്ററി സെക്ടറിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് എക്സസൈസ് ദിവ്യദൃഷ്ടി. എവിടെയാണ് നടന്നത്? ഈസ്റ്റ് സിക്കിമിലാണ് നടന്നത്. നമ്മുടെ ഇന്ത്യൻ ആർമി ഈസ്റ്റ് സിക്കിമിൽ കണ്ടക്ട് ചെയ്ത ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡെമോൺസ്ട്രേഷൻ മിലിറ്ററി എക്സസൈസ് ആണ് എക്സസൈസ് ദിവ്യദൃഷ്ടി. Which state government recently lifted a ban on heritage sports? അപ്പോൾ ഹെറിറ്റേജ് സ്പോർട്സിന് എന്താണ് വർഷങ്ങളായിട്ട് ഹെറിറ്റേജ് സ്പോർട്സിലുള്ള ബാൻ നീക്കം ചെയ്ത സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഹെറിറ്റേജ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ എന്താണ് ബുള്ളക്ക് റേസിംഗ് ഉണ്ട്, അതേപോലെ പിജൻ റേസിംഗ്, അങ്ങനെയൊക്കെ ഉള്ള ചില ഈ നാട്ടുകളിലൊക്കെ നടത്തുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള ഹെറിറ്റേജ് സ്പോർട്സ് അപ്പൊ അത് ബാൻ ചെയ്ത ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ ബാൻ ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അവരുടെ ഹെറിറ്റേജ് സ്പോർട്സിലുള്ള ബാൻ എടുത്തു മാറ്റിയത്? ഏതാണ്? പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അവരുടെ ഹെറിറ്റേജ് സ്പോർട്സിലുണ്ടായിരുന്ന 28 വർഷത്തോളം ബാൻ ചെയ്ത് 78 വർഷത്തോളമായിട്ട് ഹെറിറ്റേജ് സ്പോർട്സ് അവിടെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 28 ഇയേഴ്സ് എന്താ നീണ്ട ആ ഒരു ബാൻ ആണ് ഇപ്പോൾ പഞ്ചാബ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. Who was appointed as the head coach of senior men's Indian football team? അപ്പം senior men's Indian football ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് റീസെന്റ് ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? ആരെയാണ്? ഖാലിദ് ജമീലിനെയാണ് ഇന്ത്യൻ മെൻസ് ഫുട്ബോൾ ടീമിന്റെ സീനിയർ മെൻസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ച് ആയിട്ട് റീസെന്റ് നടന്ന അപ്പോയിന്റ്മെന്റ്. On which date is National Mountain Climbing Day? നാഷണൽ മൗണ്ടെയിൻ ക്ലൈംബിംഗ് ഡേ ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 1 നാഷണൽ മൗണ്ടെയിൻ ക്ലൈംബിംഗ് ഡേ. Who has been appointed as the Director General of RPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു അപ്പോയിന്റ്മെന്റിന്. അപ്പോൾ ഡയറക്ടർ ജനറൽ ആയിട്ട് റീസെന്റ് ആയിട്ട് RPFന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? മിസ്സസ് സൊനാലി മിശ്രയാണ് RPFന്റെ DG ആയിട്ട് റീസെന്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് നടന്നത്. അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ RPF സ്ഥാപിച്ച് 143 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു വുമൺ ഈ ഒരു പൊസിഷൻ, അതായത് അതിന്റെ ഡയറക്ടർ ജനറൽ ബോർഡിലേക്ക് ഒരു വുമൺ വരുന്നത് ആദ്യമായിട്ടാണ്. ഈ RPF ഫോം ചെയ്ത് 143 വർഷം, ഈ 143 വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ലേഡി ഡയറക്ടർ ജനറൽ ആയിട്ട് ആ പോസ്റ്റിൽ ഇരിക്കുന്നത്. സോ ഫസ്റ്റ് വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരാണ്? അതും സൊനാലി മിശ്ര തന്നെയാണ്. Which ministry recently recognized 7 institutes as Center of Excellence under National Critical Mineral Mission? അപ്പോൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ അണ്ടറിൽ 7 ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് ആ മിനിസ്ട്രി ഊഹിക്കാം. ഏതാണ്? മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ്. എന്താണ്? 7 ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അതിൽ ഉൾപ്പെടുന്നത് 3 IITs ഉണ്ട്. അതുപോലെ തന്നെ 4 IITs, 3 R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബുകളുമാണ് 7 സെന്റർ ഓഫ് എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് ഏത് മിനിസ്ട്രി ഓഫ് കോൾ റെക്കഗ്നൈസ് ചെയ്ത് ഏത് മിഷന്റെ അണ്ടറിലാണ്? നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ അണ്ടറിൽ 7 ഇൻസ്റ്റിറ്റ്യൂട്ട് സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് കോൾ. Who has been appointed as the new director of വിക്രം സാരാഭായ് സ്പേസ് സെന്റർ? അപ്പോൾ VSSCയുടെ പുതിയ ഡയറക്ടർ ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ആരാണ് VSSCയുടെ പുതിയ ഡയറക്ടർ? ആരാണ്? ഡോക്ടർ A രാജരാജനാണ് VSSCയുടെ പുതിയ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം ആരെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്യുന്ന ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ഇദ്ദേഹമായിരുന്നു പ്രീവിയസ് VSSCയുടെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യില്ലെങ്കിൽ അദ്ദേഹം മാറിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് ഡോക്ടർ A രാജരാജൻ. അപ്പൊ സോമനാഥും KS ശിവനും ഒക്കെ ഇസ്രോയുടെ ചെയർപേഴ്സൺസ് ആണ് അല്ലെ, ഇസ്രോയുടെ ഡയറക്ടേഴ്സ് ആണ്. ഇതിന് മുൻപായിരുന്നു ഡോക്ടർ K ശിവൻ, ഇപ്പോൾ കറന്റ് സോമനാഥ് ആണ്. അപ്പോൾ VSSCയുടെ പുതിയ ഡയറക്ടർ ആരാണ്? ഡോക്ടർ A രാജരാജൻ.
Which of the following is the first Indian port to successfully produce green hydrogen and achieve over 1 megawatt of rooftop solar power generation? അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ പോർട്ട് ടു സക്സസ്ഫുള്ളി പ്രൊഡ്യൂസ് ഗ്രീൻ ഹൈഡ്രജൻ. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പോർട്ട്. അതുപോലെ തന്നെ റൂഫ് ടോപ്പ് സോളാർ പവർ ജനറേഷനിൽ അവർ 1 മെഗാവാട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഇന്ത്യൻ പോർട്ടാണ് ഫസ്റ്റ് എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ പോർട്ട് ഏതാണ്? വിഒ ചിദംബർനാർ പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ VOC പോർട്ട് തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള VOC പോർട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്ത പോർട്ട്. അപ്പൊ പോർട്ട് ബേസ് നമ്മൾ കഴിഞ്ഞ ദിവസം വേറൊരെണ്ണം കൂടെ നോക്കിയായിരുന്നു അല്ലേ? ഏതായിരുന്നു? ഫസ്റ്റ് മെഗാവാട്ട് സ്കെയിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പോർട്ട് ഏതാണ്? ഗുജറാത്തിലെ കാണ്ട്ല പോർട്ട്. ഏത് പോർട്ടാണ്? ഗുജറാത്തിലെ കാണ്ട്ല പോർട്ടാണ് ഫസ്റ്റ് മെഗാവാട്ട് സ്കെയിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ട് ഏതാണ്? കാണ്ട്ല പോർട്ട്, ഗുജറാത്ത്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് എവർ ചെസ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ്. ഫസ്റ്റ് എവർ ചെസ് ഇ സ്പോർട്ട് വേൾഡ് കപ്പ് ലഭിച്ചത് ആർക്കാണ് ലഭിച്ചത്? മാഗ്നസ് കാൾസൺ ആണ് ആദ്യത്തെ ചെസ് ഇ സ്പോർട്ട് വേൾഡ് കപ്പ് ലഭിച്ചത്. അപ്പൊ അദ്ദേഹം കാൾസൺ ഏത് നേഷൻ അല്ലെങ്കിൽ ഏത് രാജ്യക്കാരനാണ്? നോർവേ ആണ് അദ്ദേഹത്തിന്റെ പ്ലേസ്. നോർവേ ആണ് മാഗ്നസ് കാൾസൺ. അപ്പൊ ഈ ഒരു ഇ സ്പോർട്സ് വേൾഡ് കപ്പ് ഇവന്റ് നടന്നത് ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് ഇവന്റ് നടന്നത്? സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് ഈ ഒരു ഇവന്റ് നടന്നത്. സൗദിയിലെ റിയാദിലാണ് ചെസ് ഇ സ്പോർട്ട് വേൾഡ് കപ്പ് നടന്നത്. അത് ക്ലിൻ ചെയ്ത് അല്ലെങ്കിൽ അതിൽ വിജയിച്ചത്, വിക്ടറി നേടിയത് നോർവേയിലെ മാഗ്നസ് കാൾസൺ. മാഗ്നസ് കാൾസന്റെ രാജ്യമാണ് നോർവേ. അദ്ദേഹം ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? അലി റസ ഫ്രം ഫ്രാൻസ്. ഫ്രാൻസിൽ നിന്നുമുള്ള അലി റസയെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇ സ്പോർട്ട് വേൾഡ് കപ്പ് ആദ്യമായിട്ട് കരസ്ഥമാക്കിയത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് സബാറ്റിക്കൽ ലീവ് സ്കീം. ഗവൺമെന്റ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് സബാറ്റിക്കൽ ലീവ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് സബാറ്റിക്കൽ ലീവ്? സബാറ്റിക്കൽ ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ലീവ് എടുക്കുകയാണ്. ഒന്നെങ്കിൽ ഹയർ സ്റ്റഡീസിനോ ഗവൺമെന്റ് എംപ്ലോയീസ് എടുക്കുന്ന ലോങ് ലീവ് ആണ് ഹയർ സ്റ്റഡീസിന് വേണ്ടി, അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റോ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ വേണ്ടി എടുക്കുന്ന ലോങ് ആയിട്ടുള്ള ലീവാണ് ഈ സബാറ്റിക്കൽ ലീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ടൈം പീരീഡ് പറയുന്നുണ്ട്. 1 മുതൽ 3 വർഷം വരെ അവരുടെ സർവീസിൽ, എൻടയർ സർവീസിൽ ഒരിക്കൽ മാത്രമേ ഈ ഒരു ലീവിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 50% സാലറി ഒക്കെ കൂടിയുള്ള ഒരു ലീവാണ്. അപ്പൊ ഈ ഒരു ലീവ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? സിക്കിം. അപ്പോൾ സബാറ്റിക്കൽ ലീവ് സ്കീം, ഗവൺമെന്റ് എംപ്ലോയീസിന് സബാറ്റിക്കൽ ലീവ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ്? സിക്കിം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ നിന്നും ബാൻ ചെയ്ത രാജ്യം? വിച്ച് കൺട്രി ഈസ് ഇംപ്ലിമെന്റിംഗ് എ ബാൻ ഓൺ ചിൽഡ്രൻ അണ്ടർ ഏജ് ഓഫ് 16 ഫ്രം ക്രിയേറ്റിംഗ് ന്യൂ യൂട്യൂബ് അക്കൗണ്ട്? അപ്പോൾ പുതിയ യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നും 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബാൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ ആണ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് സിറ്റി വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഫിഫ ടാലന്റ് അക്കാഡമി ഫോർ ഗേൾസ് ലോഞ്ച്? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലന്റ് അക്കാഡമി ഫോർ ഗേൾസ് ലോഞ്ച് ചെയ്ത സിറ്റി ഏത് സിറ്റിയിലാണ്? ഫിഫ ടാലന്റ് അക്കാഡമി ഫോർ ഗേൾസ് ലോഞ്ച് ചെയ്തത് ഏത് സിറ്റിയാണ്? നമ്മുടെ തെലങ്കാനയിലെ ഹൈദരാബാദിലാണ് ഫിഫ ടാലന്റ് അക്കാഡമി ഫോർ ഗേൾസ് ലോഞ്ച് ചെയ്തത്. According to the Niti Aayog report, what is India's target for the share of electric vehicles in total vehicle sale by 2030? അപ്പോൾ 2030 കൂടി നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ എത്ര ഇലക്ട്രിക് വെഹിക്കിളിന്റെ സെയിൽ നടത്തണം എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ടാർജറ്റ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്ത ഏജൻസി നീതി ആയോഗ് ആണ്. അപ്പോൾ ആ ഒരു നീതി ആയോഗിന്റെ റിപ്പോർട്ടിന്റെ ബേസിസിൽ ഇന്ത്യ 2030 കൂടി എത്ര പെർസെന്റേജ് ഇലക്ട്രിക് വെഹിക്കിൾസ് നിരത്തിൽ ഇറക്കണം അല്ലെങ്കിൽ സെയിൽ ചെയ്യണം എന്നാണ് ഇന്ത്യയുടെ ടാർജറ്റ്. എന്താണ്? 30% EV വെഹിക്കിൾ സെയിൽ ചെയ്യാനുള്ളതാണ് ഇന്ത്യയുടെ ടാർജറ്റ് ബൈ 2030.
2030. അപ്പൊ ആ ഒരു റിപ്പോർട്ട് നീതി ആയോഗ് റിലീസ് ചെയ്തു. എന്തായിരുന്നു ആ റിപ്പോർട്ടിന്റെ പേരെന്തായിരുന്നു? ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട്. ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട്. അപ്പൊ ആ റിപ്പോർട്ടിന്റെ പേരാണ് ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തത് നീതി ആയോഗാണ്. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിന്റെ ബേസിസിൽ നമ്മുടെ ഇന്ത്യ 2030 EV വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് എത്ര പെർസെൻറ്റേജ് സെയിൽസ് നടത്തണമെന്നാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്? 30% സെയിൽസ് നടത്താനാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. Sawalkote Hydro Power Project. Sawalkote Hydro Power Project recently revived by India is a run of the river plant located on which river? അപ്പോൾ സവാൽകോട്ടെ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഏറ്റവും വലിയൊരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ് സവാൽകോട്ടെ ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. അപ്പോൾ അത് കമ്മീഷൻ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൺസീവ് ചെയ്തത് 1960 1916 ഈ ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് വരാനായിട്ട്. സവാൽകോട്ടെ ഹൈഡ്രോ പവർ പ്രോജക്റ്റിന്റെ ഐഡിയ കൺസീവ് ചെയ്തത് 1960 പിന്നീട് അത് പാകിസ്ഥാന്റെ എതിർപ്പ് മൂലവും ഇൻഡസ് വാലി ട്രീറ്റിയുടെ ഒക്കെ ആ ഒരു ട്രീറ്റിയൊക്കെ ബേസ് ചെയ്തിട്ടും പാകിസ്ഥാന്റെ എതിർപ്പ് മൂലമൊക്കെ അത് അങ്ങനെ അങ്ങ് ഡിസോൾവ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പൊ വീണ്ടും ഇന്ത്യ അത് റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ്? സവാൽകോട്ടെ ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. നമ്മുടെ ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് ഏത് നദിയിലാണ് ഈ ഒരു പ്ലാന്റ് വരാൻ പോകുന്നത്? ഏത് നദിയിലാണ്? ചേനാബ് റിവറിലാണ് ഈ ഒരു പ്ലാന്റ് വരാൻ പോകുന്നത്. ചേനാബ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം, ഹൈദരാബാദ് ബേസ്ഡ് ധ്രുവ സ്പേസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ്. അപ്പോൾ ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ധ്രുവ സ്പേസ് ഓർഗനൈസേഷന്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യല് എബ്രോഡ് ചെയ്യുന്നത് ഏത് റോക്കറ്റിലാണ്? ഏത് റോക്കറ്റാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ധ്രുവ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. Head of Sanjeev Goenka has been named the head of which new initiative by Telangana government? അപ്പോൾ തെലങ്കാന ഗവൺമെന്റ് സഞ്ജീവ് ഗോയങ്കയെ ഏത് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷന്റെ ഹെഡായിട്ടാണ് റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ഏത് ഓർഗനൈസേഷൻ ആണ്? ഏതാണ്? തെലങ്കാന സ്പോർട്സ് ഹബ് അല്ലേ? തെലങ്കാന സ്പോർട്സ് ഹബിന്റെ ഹെഡായിട്ടാണ് സഞ്ജീവ് ഗോയങ്കയെ നമ്മുടെ തെലങ്കാന ഗവൺമെന്റ് റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് awarded contract to implement and manage PAN 2.0 project, a major upgrade to India's tax infrastructure to which company? അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പാൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആണ് പാൻ 2.0. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഏത് ഏജൻസി അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്? ഏതാണ്? LTI മൈൻഡ്ട്രീ ആണ് ഈ ഒരു പാൻ 2.0 പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കോൺട്രാക്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ L&T ലാസൻ ആൻഡ് ടർബോയുടെ ഒരു സബ്സിഡറി ആണ് ഈ ഒരു LTI മൈൻഡ്ട്രീ എന്ന് പറയുന്നത്. അപ്പൊ IBA സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 ഫോം ഫില്ലിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. IBA സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025 10ാം ക്ലാസ് യോഗ്യതയിൽ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് IB. ഇന്റലിജൻസ് ബ്യൂറോയിൽ നല്ലൊരു ജോലി കരസ്ഥമാക്കാനുള്ള ഒരു വഴിയാണ് ഇപ്പോഴുള്ള IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് 2025. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 10th പാസ് മതി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ളവർക്ക് സെൻട്രൽ ഗവൺമെന്റിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി കരസ്ഥമാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വരെ അപ്ലൈ ചെയ്യാൻ? നിങ്ങൾക്ക് ഓഗസ്റ്റ് 17 വരെ IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഫോം ഫില്ലിങ്ങിൽ ഡൗട്ടൊക്കെ ഉള്ളവർ വീഡിയോ നോക്കിയിട്ട് ഫോമൊക്കെ ഫില്ല് ചെയ്തോളാം. IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യുന്നവർക്ക്, എക്സാമിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ AZB അക്കാഡമി ഒരു അടിപൊളി കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, IB സെക്യൂരിറ്റി അസിസ്റ്റന്റ് 2025. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി പ്ലാൻ ബേസ്ഡ് ക്ലാസ്സുകളാണ്.
നിങ്ങൾ ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ക്ലാസ് പ്ലസ് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് PVQ സെഷൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഉണ്ടാകും. സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രത്യേകതയുള്ളത് 1-to-1 മെന്റർഷിപ്പ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചുള്ള എക്സാമിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മെന്റേഴ്സിനെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്കായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതിൻ്റെ നമ്മുടെ വളരെ അഫോർഡബിൾ ആയിട്ടൊരു കോസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 2499 മാത്രമാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വാലിഡിറ്റിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എക്സാം വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് തിരിച്ചു പോകാം. 21ാമത്തെ ചോദ്യം. India recently hosted a 3-day WHO International Regulatory Cooperation for Herbal Medicines IRCH workshop in which city? അപ്പോൾ നമ്മുടെ ഇന്ത്യ റീസെൻ്റ് ആയിട്ട് WHO-യും IRCH-ഉം കൂടെ ചേർന്ന് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഏത് സിറ്റിയിലാണ് ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തത്? ഏത് സിറ്റിയിലാണ്? ഗാസിയാബാദിലാണ് ഈ ഒരു WHO IRCH-ന്റെ വർക്ക്ഷോപ്പ് ഇന്ത്യ കണ്ടക്ട് ചെയ്തത് ഗാസിയാബാദിൽ വെച്ചാണ്. Which Indian state maintained its position as the top exporting state in 2024-2025? അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ടോപ്പ് എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് ആയിട്ട് ആ ഒരു പൊസിഷൻ റീറ്റെയിൻ ചെയ്തത് ഏത് സ്റ്റേറ്റ് ആണ്? ഈ കൂട്ടത്തിൽ ടോപ്പ് എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ് ആയിട്ട് ആ ഒരു പൊസിഷൻ റീറ്റെയിൻ ചെയ്തത് ഗുജറാത്ത് ആണ്. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ ടോപ്പ് എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 26.6% ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? ഗുജറാത്തിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. ഇനി സെക്കൻഡ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? സെക്കൻഡ് മഹാരാഷ്ട്രയാണ്. തേർഡ് തമിഴ്നാട് ആൻഡ് ഫോർത്ത് ആരാണ്? ഫോർത്ത് കർണാടക. Okay, Shibu Soren, who passed away at the age of 81, was the former chief minister of which Indian state? അപ്പോൾ ഷിബു സോറൻ റീസെൻ്റ് ആയിട്ട് അന്തരിച്ചു. അദ്ദേഹം ഏത് സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ആയിട്ട് പദവിയിൽ ഇരുന്നിട്ടുണ്ട്? 3 പ്രാവശ്യം ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ആ സംസ്ഥാനം ഭരിക്കുന്നത്. ആരാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? ജാർഖണ്ഡിന്റെ 3 ടൈം CM ആയിരുന്നു ഷിബു സോറൻ. റീസെന്റ് ആയിട്ട് ഡിമൈസ് ആയി. അപ്പൊ അദ്ദേഹം ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫോം ചെയ്യാനായിട്ട് ഒരുപാട് പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ഷിബു സോറൻ. അപ്പോൾ ജാർഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വന്ന വർഷം 2000-ലാണ് ജാർഖണ്ഡ് നിലവിൽ വന്നത്. അപ്പം അന്നത്തെ ബീഹാറിന്റെ ഒരു ഭാഗമായിരുന്ന ജാർഖണ്ഡ് സ്വതന്ത്രമായിട്ടൊരു സ്റ്റേറ്റ് ആയിട്ട് നിലവിൽ വന്ന വർഷം 2000-ആണ്. 28ാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ 28ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് 2000-ൽ ജാർഖണ്ഡ് നിലവിൽ വന്നു. ജാർഖണ്ഡിന്റെ 3 തവണ CM ആയിരുന്ന വ്യക്തിയാണ് ഷിബു സോറൻ. Defense Acquisition Council DAC approved defense proposal worth how much money to enhance India's military capabilities? അപ്പോൾ DAC ഇന്ത്യയുടെ മിലിറ്ററി കേപ്പബിലിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ എത്ര എമൗണ്ട് ആണ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്, അപ്രൂവ് ചെയ്തിട്ടുള്ളത്? എത്രയാണ്? കൺഫ്യൂഷൻ വരുന്ന എമൗണ്ടുകളാണ് അല്ലേ. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കരുത്. 67,000 കോടിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇന്ത്യൻ മിലിറ്ററി കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സാങ്ഷൻ ചെയ്ത് അപ്രൂവ് ചെയ്ത എമൗണ്ട്. In which Indian region did ISRO launch the HOPE mission to simulate astronaut life for the Gaganyaan project? അപ്പോൾ ഗഗൻയാൻ പ്രോജക്റ്റിന് ആസ്ട്രോണറ്റ്സിനെ സിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോപ്പ് മിഷൻ ഇന്ത്യൻ ISRO സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇസ്രോ ലോഞ്ച് ചെയ്തത് ഏത് സിറ്റിയിലാണ്, ഏത് റീജിയനിലാണ് ഇസ്രോ ഈ ഒരു ഹോപ്പ് മിഷൻ ലോഞ്ച് ചെയ്തത്? എവിടെയാണ്? ലഡാക്കിലാണ് ഈ ഒരു മിഷൻ അവർ ലോഞ്ച് ചെയ്തത്. Who has been appointed as the new chief secretary of
ബീഹാറിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ബീഹാറിന്റെ പുതിയ ചീഫ് സെക്രട്ടറി പ്രത്യയ് അമൃതാണ് ബീഹാറിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. അപ്പോൾ സീ ഫ്ലഡ്, വിച്ച് യൂണിയൻ മിനിസ്റ്റർ ഇനോഗ്രേറ്റഡ് സീ ഫ്ലഡ്, യൂണിഫൈഡ് ഇനണ്ടേഷൻ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. അതായത് വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്ന സീ ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം ഇനോഗ്രേറ്റ് ചെയ്തത് ഏത് യൂണിയൻ മിനിസ്റ്റർ ആണ്? ആ ഒരു പ്ലാറ്റ്ഫോം ഇനോഗ്രേറ്റ് ചെയ്തത് ഏത് യൂണിയൻ മിനിസ്റ്റർ ആണ്? ജലശക്തി മിനിസ്റ്റർ ആയിട്ടുള്ള CR പട്ടേലാണ് ഈ ഒരു സീ ഫ്ലഡ് എന്താ ആ ഒരു പ്ലാറ്റ്ഫോം ഇനോഗ്രേറ്റ് ചെയ്തത്. Which union minister was honored with the 43rd ലോകമാന്യ തിലക് നാഷണൽ അവാർഡ്? അപ്പൊ 43ാമത് ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് കരസ്ഥമാക്കി ലഭിച്ച യൂണിയൻ മിനിസ്റ്റർ ഏതാണ്? യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി, നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിട്ടുള്ള യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ എന്താണ്? നിതിൻ ഗഡ്കരിയാണ് 43rd ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചത്. Which Indian state is rolling out a new portal for its indigenous people to apply for arm license? അപ്പോൾ ഈ ബോർഡർ ഏരിയയിൽ അതേപോലെ സെൻസിറ്റീവ് ഏരിയയിലൊക്കെ താമസിക്കുന്ന കമ്മ്യൂണിറ്റീസിന് അവിടെയുള്ള ആളുകൾക്ക് ആം ലൈസൻസ് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആക്കി കൊടുത്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മണിപ്പൂരാണ് അല്ലേ? മണിപ്പൂരിലാണ് ഇപ്പം കുറേ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ മണിപ്പൂരല്ല, നമ്മുടെ ഉത്തരം എന്താണ്? ആസാം സ്റ്റേറ്റ് ഗവൺമെന്റ്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വീക്ക്ലി കറണ്ട് അഫയേഴ്സിലെ സെലക്ട് ചെയ്തിട്ടുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദി പ്രൊവൈഡഡ് സ്റ്റേറ്റ്മെന്റ്, വാട്ട് വാസ് ദ ന്യൂ താരിഫ് പെർസെന്റേജ് ഇമ്പോസ്ഡ് ഓൺ ഇന്ത്യ ബൈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്? അപ്പോൾ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യക്ക് മേലെ ഇമ്പോസ് ചെയ്തിട്ടുള്ള പുതിയ താരിഫ് പെർസെന്റേജ് എത്രയാണ്? 50% പുതിയ താരിഫ് ഇന്ത്യക്ക് മേൽ US ചുമത്തിയിട്ടുള്ള പുതിയ താരിഫ് എന്ന് പറയുന്നത് 50% ആയിരുന്നു. തൊട്ട് മുൻപ് 25% ആയിരുന്നു അവർ ചുമത്തി. അപ്പോൾ അവരൊരു വാർണിംഗും തന്നു, റഷ്യൻ ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പെനൽറ്റി കൂടി കൊടുക്കേണ്ടി വരും എന്നൊരു വാർണിംഗ് കൂടെ തന്നായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ 25 എന്നുള്ളത് വീണ്ടും 25 കൂട്ടി ഇപ്പൊ എത്ര പെർസെന്റേജ് താരിഫ് ആക്കിയിട്ടുണ്ട്? ഇന്ത്യക്ക് 50% താരിഫാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 50% താരിഫ് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡിസ്കഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരൊരു നെഗോസിയേഷൻ വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 21 ദിവസത്തേക്ക് ഒരു നെഗോസിയേഷൻ വിൻഡോ US ഇന്ത്യക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു MCQ സെഷൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക, നല്ല രീതിയിൽ വരുന്ന എക്സാംസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റാ, ബൈ ബൈ.